സീരിയൽ കില്ലിംഗ് കൊലപാതകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ എന്താണ് ചെയ്യുന്നത്? കാലുകൊണ്ടാണോ നിൽക്കുന്നത്? ഇവർക്കൊന്നും ഒന്നും പറയാനില്ലേ ഇതിനെ കുറിച്ച്? സൂപ്പർ. ഈ പോലീസുകാരൊക്കെ ഇത് കേട്ട് എന്ത് ചെയ്യണമെന്ന്, ഇത്രയും പേരെ കൊന്നൊടുക്കിയിട്ട് അതങ്ങനെ ഇതൊക്കെ നമ്മളായി കിട്ടണമെന്ന് നെറ്റൊരു ഇടിച്ചു കൊടുക്കായിരുന്നു. അയ്യോ, സമയമാവണല്ലോ. എന്ത് വേണം? ഹായ് മാം, എന്റെ പേര് അജിൻ. മാം, ഞാൻ ജിംബ്രു കമ്പനിയിൽ നിന്ന് വരെയാണ് മാം. ഞാൻ കുറച്ച് പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് മാഡത്തിന് ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും ആവശ്യമായുള്ള പ്രോഡക്റ്റ്. മാഡം എന്ന് പറഞ്ഞാൽ മാമിന് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റൂല. പിന്നെ മാം ഇത് എടുക്കുന്നതിൽ കൂടെ എനിക്ക് മാർക്ക് വരും. ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്, ഇതൊരു പ്രോജക്റ്റും കൂടിയാണ്. മാം, ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ വെറും തുച്ഛമായ നിരക്കാണ് മാം. ഉദാഹരണം പറയണമെങ്കിൽ 3 എണ്ണം 1500 രൂപ, 4 എണ്ണം 20,000 രൂപ, അങ്ങനെയുള്ള ചെറിയ ചെറിയ റേറ്റുകളാണ്. മാമിന് ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും, കാരണം ഇത് ലൈഫിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റൂല. അപ്പം എങ്ങനെ മാം, പ്രോഡക്റ്റ് ഒക്കെ ഞാൻ കാണിക്കട്ടെ? ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്ത് പ്രോഡക്റ്റ് ആണ് അതിലുള്ളത്? ഗുഡ് ക്വസ്റ്റ്യൻ മാഡം, ഗുഡ് ക്വസ്റ്റ്യൻ. മാം, ഈ BMW കാറില്ലേ, അതിൽ സ്ക്രാച്ച് വരാതിരിക്കാൻ ഒട്ടിക്കുന്ന സ്റ്റിക്കർ. പിന്നെ നമ്മൾ വീട്ടിൽ കറിയൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടൂലേ, അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ നമ്മളെ ഫ്രണ്ടിൽ ഒരു ചിക്കൻ കറിയിലെ ഫോട്ടോ ഒട്ടിക്കാൻ പറ്റുന്ന ഫോട്ടോ, അത് നോക്കി കഴിക്കാമല്ലോ. പിന്നെ ഉള്ളത് ഈ സാധാ കാലിക്കുപ്പിയൊക്കെയാണ്. പാൽക്കുപ്പിയാ? പാൽക്കുപ്പി അല്ല മാം, കാലിക്കുപ്പി. നീ പറഞ്ഞത് ശരിയാ, സാധാരണക്കാർക്ക് ഡെയിലി യൂസ്ഫുൾ ആയ സാധനങ്ങളാണല്ലോ ഇതൊക്കെ. ഇതെന്താ നിങ്ങളുടെ കമ്പനി ഇങ്ങനെ ജിംബ്രു എന്ന് പേരിട്ടത്? മാം, അതൊക്കെ പറയണോ? അതൊരു സാഡ് സ്റ്റോറിയാണ്. സ്റ്റോറി അല്ലേ, അതൊക്കെ പറഞ്ഞോ. മാം, അതായത് നമ്മുടെ കമ്പനിയുടെ മുതലാളിയുടെ പേരാണ് ജിംബ്രു. പുള്ളിയാണെങ്കിൽ 25 വയസ്സാണ്, പുള്ളിക്ക് ജോലിയില്ല. പുള്ളി വീട്ടിൽ തെണ്ടി നാട്ടിൽ തെണ്ടി, വീട്ടിൽ പുച്ച നാട്ടിൽ പുച്ച, അമ്മയ്ക്ക് പുച്ച, അച്ഛന് പുച്ച, അനിയത്തിക്ക് പുക്കം, എന്തിന് വീട്ടിലെ പട്ടിക്ക് വരെ പുച്ഛം. അങ്ങനെ പുള്ളി രാപ്പകലില്ലാതെ ഭക്ഷണം ഇല്ലാതെ ആലോചിച്ച് പുള്ളിയുടെ പകുതി മുടിയും പൊഴിഞ്ഞു പോയി. അങ്ങനെ എഴുതപ്പോഴാണ് പുള്ളിക്ക് ഒരു ഐഡിയ തോന്നിയത്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം. അപ്പോഴും പുള്ളിക്ക് ഒരു സംശയം, എന്ത് സ്റ്റാർട്ടപ്പ് തുടങ്ങും. അങ്ങനെ പുള്ളി കുറെ ആലോചിച്ച് തീരുമാനിച്ച് പാവങ്ങളെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് തുടങ്ങണം. അങ്ങനെ പുള്ളി പാവങ്ങൾക്ക് വേണ്ടി കുറെ പ്രോഡക്റ്റ് ഡെയിലി അവർ യൂസ് ചെയ്യുന്ന കുറെ സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ച് അതൊരു ആപ്പിലാക്കി, പിന്നെ ചാക്കിലാക്കി, അല്ല ബാഗിലാക്കി നമ്മളെ പോലുള്ളവർ തന്നുവിടും. നിങ്ങളെ പോലെ അത്യാവശ്യമുള്ളവർക്ക് നമ്മൾ ചെറിയ വിലയ്ക്ക് നമ്മൾ വിൽക്കും. അങ്ങനെ മുതലാളി കഷ്ടപ്പെട്ട് ഉയർന്ന് ഇന്ന് മുതലാളിയുടെ ഒരു ദിവസത്തെ ടേൺ ഓവർ എത്രയെന്ന് അറിയാമോ? എത്ര ഒരു ദിവസത്തെ ടേൺ ഓവർ? എത്രയെന്ന് ചോദിച്ചാൽ, ഞാൻ ഇത് വിറ്റിട്ട് 30% എനിക്ക് തരും, 70% മുതലാളി എടുക്കും. എടാ, എനിക്ക് ഉപകാരമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാ? ഉണ്ട് മാം, ഒരു മിനിറ്റ് മാം. ഇതാണ് കൂളിംഗ് ഗ്ലാസ്. ഇത് വെച്ചാ കണ്ണിന് കുളിർമ കിട്ടുമല്ലേ? കുളിർമ കിട്ടുന്ന കണ്ണാടി ആയതുകൊണ്ടാണല്ലോ ഇതിനെ കൂളിംഗ് ഗ്ലാസ് എന്ന് വിളിക്കണം. നീ സാധനം വിറ്റാ മതി, എനിക്കിട്ടുണ്ടാക്കല്ലേ. അയ്യോ, സോറി മാഡം, മാഡം എന്തെങ്കിലും ഒന്ന് എടുക്കണം മാഡം, പ്ലീസ്. എടാ, എനിക്കിതൊന്നും വേണ്ട, നീ സമയം കളയാതെ എവിടെയെങ്കിലും ചെല്ലാൻ നോക്ക്. മാഡം അങ്ങനെ പറയല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് തന്നെ 3 ദിവസമായോ? 3 മണിക്കൂറായി. ഇത് വിറ്റിട്ട് വേണം പോയി വല്ലതും കഴിക്കാൻ. ഓ, കിടന്ന് ചുമക്കാതെ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരട്ടെ. എടാ, നിനക്ക് കുടിക്കാൻ തണുത്ത വെള്ളം വേണോ അതോ കൂൾ ഡ്രിങ്ക്സ് വേണോ? നല്ല ചുമയുണ്ട്, തണുത്തത് തന്നെ ആയിക്കോട്ടെ. കൂൾ ഡ്രിങ്ക്സും തണുത്ത വെള്ളം രണ്ടല്ലേ? അല്ല, 2 ഒന്നല്ലേ? തണുത്ത വെള്ളം എന്ന് പറഞ്ഞിട്ട് ഇത് ചൂട് ചായയാണല്ലോ. അതൊന്നും പറയണ്ടടാ, ഞാൻ തണുത്ത വെള്ളം എടുക്കാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഇന്നലെ വെട്ടി കൊന്നവനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണത് ഓർത്തത്. എങ്ങനെ? എടാ, ഞാനാണല്ലോ ഇപ്പം കേരളക്കര വിറപ്പിക്കുന്ന സീരിയൽ കില്ലർ. ഇന്നിനി കൊല്ലാനുള്ളവനെ തപ്പി അങ്ങോട്ട് പോണ്ട. അതെന്ത്? കൊല്ലാനുള്ളവൻ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടല്ലോ. മനസ്സിലായി, ഇത് പ്രാങ്ക് അല്ലേ? എവിടെ ക്യാമറ? എവിടെയാ? അതോ ഇവിടെയാ? എന്നെ കണ്ടിട്ട് പ്രാങ്ക് ചെയ്യണ ഒരാളിനെ പോലെ നിനക്ക് തോന്നണുണ്ടാ? മരിക്കണതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ പറഞ്ഞു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം.